ഒരു ധാർമ്മിക വ്യവസ്ഥ ഈ ലോകത്ത് അള്ളാഹു ആർക്കും പൊളിക്കാനാവാത്ത ഒരു വ്യവസ്ഥ നീതിയിലൂന്നിയത് വെച്ചിട്ടുണ്ട്. മറന്നേക്കരുത് നിങ്ങൾ. ആ നീതിയുടെ പുലർച്ച ഈ ലോകത്ത് രാവിന് ശേഷം പകലെന്ന പോലെ പുലരുക തന്നെ ചെയ്യും. വൽ ഫജർ വലയാലിൻ നശ്ർ വശഫഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ. രാവ് ഒരല്പം നീണ്ടുപോകുന്നത് പോലെ തോന്നും, പക്ഷേ പുലരിയുടെ പ്രഭാതം വരിക തന്നെ ചെയ്യും. പള്ളി പൊളിച്ച് എന്നിട്ട് അവസാനം അവിടെ അമ്പലം പണിയാൻ ശ്രമിച്ചപ്പോൾ, അത് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുള്ളപ്പോൾ, അവർ ഭരണത്തിലുള്ളപ്പോൾ പോലും, പക്ഷേ നീതി എന്ന് പറയുന്ന ആരും കാണാത്ത ഒരു ധാർമ്മിക വ്യവസ്ഥയുടെ ബോധമണ്ഡലം മനുഷ്യനെ അടക്കി ഭരിച്ചപ്പോൾ 25 കൊല്ലം വിധി പറയാൻ അവർ മടിച്ചു നിന്നു. കാരണം നീതി അനുവദിക്കുന്നില്ല. പൊളിച്ചവന് പള്ളി വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് അവരുടെ ഡിമാൻഡ്. പക്ഷേ അവർക്ക് പറ്റുന്നില്ല. 25 കൊല്ലം അവരെ പിടിച്ചു നിർത്തിയ ശക്തി എന്താണ്? ചന്ദ്രനേക്കാൾ, ഭൂമിയേക്കാൾ, സൂര്യനേക്കാൾ ശക്തിയുള്ള ആ മഹാപ്രതിഭാസത്തിൻ്റെ പേരാണ് നീതി. 25 കൊല്ലം വിധി പറയാൻ മടിച്ചു. ലോകത്തെ ഏറ്റവും ശക്തിയുള്ള സാധനം എന്താ? നീതി. ആരാണ് തന്നത്? ലോകത്തെ ഒരു ധാർമ്മിക വ്യവസ്ഥയിൽ അല്ലാഹു നിർത്തിയിരിക്കുക. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. എല്ലാ ഖുത്ബയിലും അവസാനം ഖതീബുമാർ നമ്മളോട് ഓർമ്മിപ്പിക്കും, നിശ്ചയം അല്ലാഹു കൽപ്പിക്കുന്നു ബിൽ അദ്ൽ, നീതി കൊണ്ട്. നീതി കൊണ്ട് എന്താണ് നീതി? ഈ പ്രകൃതിയിലെ ഓരോ വസ്തുവിനും അവകാശപ്പെട്ടതെന്തോ അത് അവയ്ക്ക് കൊടുക്കൽ, അതിൻ്റെ പേരാണ് നീതി. അഅ്തികുല്ലദീ ഹഖ്ഖിൻ ഹഖ്ഖ. ഏതൊരു വസ്തു ഈ പ്രകൃതിയിൽ ചെറുതോ വലുതോ ആകട്ടെ, മനുഷ്യനോ മനുഷ്യേതരമോ ആകട്ടെ, ജൈവമോ അജൈവമോ ആകട്ടെ, ചേതനമോ അചേതനമോ ആകട്ടെ, എല്ലാത്തിനും അതിൻ്റെ അവകാശം വകവെച്ചു കൊടുക്കുന്നതിൻ്റെ പേരാണ് നീതി. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. എല്ലാ വെള്ളിയാഴ്ച ഓർമ്മിപ്പിക്കും, നീതിയാണ്, നീതിയാണ് ലോകത്തെ പിടിച്ചു നിർത്തുന്ന ധർമ്മം, ഘടകം. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫജ്ർ എന്ന അധ്യായത്തിൻ്റെ ആമുഖം കഴിഞ്ഞ ആഴ്ചകളിൽ നാം ചർച്ച ചെയ്തു വരികയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങളെ അറിയാൻ ശ്രമിക്കുക എന്നത് ഓരോ വിശ്വാസിയുടെയും പ്രാഥമികമായ ബാധ്യതയാണ്. ഹുദൽ ലിന്നാസായി, മാനവരാശിയുടെ മാർഗദർശനത്തിനായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അവൻ്റെ മാനിഫെസ്റ്റോ, അവൻ്റെ ഗ്രന്ഥം, അവൻ്റെ വഴികാട്ടൽ, അവൻ്റെ ഗൈഡൻസ്, അതെന്താണെന്നൊന്നറിയാൻ പോലും ശ്രമിക്കാതെ അള്ളാഹുവിലേക്ക് തിരിച്ചു പോവുക എന്നത് എത്രമാത്രം ലജ്ജാവഹമാണ് എന്ന് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിനെ നാം സാധ്യമാകുന്ന സമയത്ത്, സാധ്യമാകുന്ന അളവിൽ അത് പഠിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി സൂറത്തുൽ ഫജ്റിനെ സംബന്ധിച്ച് നാം കഴിഞ്ഞ ആഴ്ച പറഞ്ഞു തുടങ്ങിയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ സൂറത്തിൽ പ്രധാനമായും 4 കാര്യങ്ങളെ സത്യം ചെയ്തുകൊണ്ട്, ആണയിട്ടുകൊണ്ട് നമ്മുടെ മുമ്പിൽ സംസാരിക്കുകയാണ്. വൽ ഫജ്ർ, പ്രഭാതമാണ് സത്യം. വലയാലിൻ നശ്ർ, 10 രാവുകളാണ് സത്യം. വശഫഇ വൽ വത്ർ, ഒറ്റയും ഇരട്ടയുമാണ് സത്യം. വല്ലൈലി ഇദാ യസ്ർ, പിൻവാങ്ങിപ്പോകുന്ന രാവാണ് സത്യം. ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജ്ർ, ഇതിൽ ഇവകളിൽ ചിന്താശേഷിയുള്ള ആളുകൾക്ക് ആലോചിക്കാൻ വേണ്ടത്ര വിഭവങ്ങളില്ലയോ, ആലോചിക്കാൻ വകയില്ലയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ചിന്തിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുമ്പോൾ, അല്ലാഹു നമ്മുടെ മുമ്പിൽ സത്യം ചെയ്യാൻ വേണ്ടി സമർപ്പിച്ച, നമ്മുടെ മുമ്പിൽ വെച്ച ഈ 4 അല്ലെങ്കിൽ 5 പ്രതീകങ്ങളെ നമ്മുടെ ചിന്തയ്ക്ക് കൊണ്ടുവരികയും, ചിന്തയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും, അതിൽ അന്തർഭവിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ, ചിന്താവിഷയങ്ങളെ നമ്മുടെ ചിന്തയ്ക്ക് വിഷയമാക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. ആ നിലയിലാണ് നമ്മൾ ഫജ്റിനെക്കുറിച്ച്, രാവിനെക്കുറിച്ച്, അപ്പുറത്തും ഇപ്പുറത്തും വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്നാണ് അള്ളാഹു പറഞ്ഞത്. പ്രഭാതമാണ് സത്യം. വലയാലിൻ അശ്ർ, വിടവാങ്ങിപ്പോകുന്ന രാവാണ് സത്യം. അതിനിടയിൽ അല്ലാഹു തആല 10 രാവുകളെ പ്രത്യേകമായി ഓർമ്മിപ്പിച്ച് സത്യം ചെയ്തു. ഒറ്റ, ഇരട്ട എന്ന പ്രതിഭാസങ്ങളെക്കുറിച്ചും അല്ലാഹു തആല സത്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തി. ഈ സംഗതികളെക്കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാനുണ്ടെന്നാണ്.
ഈ വക യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ സർവ്വസാധാരണമായ യാഥാർത്ഥ്യങ്ങളാണെന്നതുകൊണ്ട്, നമ്മുടെ നിത്യജീവിതവുമായി നിരന്തരം സ്പർശിച്ചും സമ്പർക്കപ്പെട്ടും പോകുന്നതാണെന്നതുകൊണ്ട്, ഇവയെല്ലാം നമുക്ക് സമ്മാനിച്ച ഇതിൻ്റെ ദാതാവിനെക്കുറിച്ച്, ഇതിൻ്റെ ഉടമസ്ഥനെക്കുറിച്ച്, ഇതിൻ്റെ സൃഷ്ടാവിനെക്കുറിച്ച്, ഇതിൻ്റെ ഉപജ്ഞാതാവിനെക്കുറിച്ച് ചിന്തിക്കാതെ, അതിലേക്ക് നമ്മുടെ ചിന്തയെ നമുക്ക് വിളക്കി ചേർക്കാതെ കടന്നു പോകുന്നത് അള്ളാഹുവിൻ്റെ ഈ സൂര്യന് കീഴിൽ, ഈ പ്രഭാത വെളിച്ചത്തിൽ, ഈ ഇരുളിൻ്റെ ശീതളിമയാർന്ന സാന്ത്വനങ്ങളിൽ നാം പ്രവർത്തിച്ചും വിശ്രമിച്ചും ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് അരുതാത്തതാണ്, പാടില്ലാത്തതാണെന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഫജർ എന്ന് പറയുന്നത് ഒരുപാട് പറയാനുണ്ട്. ഫജറിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ വേണമെങ്കിൽ എത്രയോ ദിവസം പറയാം. ഫജറിൽ അന്തർഭവിച്ചിരിക്കുന്ന അള്ളാഹുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ തീരാത്തത്രയുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ പ്രഭാതം ഫജർ ഉദയം കൊള്ളുമ്പോൾ നാം അറിയാതെ ആകാശസീമകളിൽ രാവിൻ്റെ പോക്കത്ത് എത്രത്തോളമായെന്നത് പാർത്തറിയുന്നതിനെന്ന പോലെ കോഴികൾ നൽച്ചന്തലപ്പാവുള്ള തല പൊക്കി നിന്ന് ഉച്ചത്തിൽ കൂകിനാർ കുക്കുടങ്ങൾ. നല്ല ചെന്തലപ്പാവണിഞ്ഞ കുക്കുടങ്ങൾ, കോഴികൾ തല പൊക്കി നിന്ന് ഉച്ചത്തിൽ കൂകുന്ന ആ നിമിഷങ്ങളെപ്പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ സുബഹിയുടെ ബാങ്കിൻ്റെ സമയവുമായി ലിങ്ക് ചെയ്തു വച്ചിരിക്കുന്ന അത്ഭുത പ്രതിഭാസങ്ങളാൽ നിബിഡവും നിർഭരവുമായ ഒരു പ്രഭാതത്തെ നിങ്ങൾ കാണാതെ പോകുന്നുവോ എന്ന ചിന്ത അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ ഉയർത്തുകയുണ്ടായി. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ ലോകത്തെ ജീവിതത്തിൻ്റെ സുഖസൗകര്യാദി ആലസ്യങ്ങളിൽ മുങ്ങി മയങ്ങി ആണ്ടുകിടക്കുമ്പോൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് അല്പം പോലും ആലോചിക്കാതെ ഈ ജീവിതം ഇങ്ങനെ ഒഴുകാനുള്ളതാണ്, ഇതിനൊരു തുടക്കം എന്ന പോലെ എങ്ങനെയോ തുടങ്ങിയ ഈ ജീവിതത്തിന് നാം അറിയാത്ത വിധത്തിൽ ഒട്ടും ആസൂത്രിതമല്ലാത്ത ഒരു ഒടുക്കവും ഉണ്ടാകുമെന്നതിനപ്പുറത്ത് ഈ തുടക്ക ഒടുക്കങ്ങളിൽ നമുക്ക് ചിന്തിക്കാനൊന്നുമില്ല എന്ന് നിങ്ങൾ കരുതിപ്പോകരുത്. പ്രഭാതമെന്നത് ഒരു പുതിയ ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ്. പ്രഭാതമെന്നത് ഒരു പുതിയ ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ സജീവതയുടെ അടയാളമാണ് പ്രഭാതത്തിൽ തുടക്കം കുറിക്കപ്പെടുന്ന പകൽ. രാത്രി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മരണത്തിൻ്റെയും പ്രതീകമാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് പറഞ്ഞു, രാത്രി ഉറക്കത്തെ മരണമായി പറഞ്ഞത്. രാത്രി ഉറക്കം മരണമാണെങ്കിൽ ഇനി പലപ്പോഴും നാം വിചാരിക്കാറുണ്ട്, എല്ലാവരും മരിച്ച് ഉറങ്ങിക്കിടക്കുമ്പോൾ വേണമെങ്കിൽ ഒരു പ്രഭാതം കൺമുമ്പിൽ വളരെ പൊടുന്നനെ കാണുന്നില്ലെങ്കിൽ, ചിലപ്പോഴൊക്കെ രാത്രി നീങ്ങിപ്പോകുന്നില്ലല്ലോ, പ്രഭാതമൊന്ന് വിടരുന്നില്ലല്ലോ എന്ന് നാം വിലപിക്കുക പോലും ചെയ്യുന്ന രാത്രി, ഒരു നിശ്ചിത സമയത്തിനപ്പുറത്തേക്ക് രാവ് നീണ്ടാൽ പോലും നമുക്കത് താങ്ങാനാവാത്തതാണ്. അള്ളാഹു ഖുർആനിൽ ചോദിക്കുന്നുണ്ട്, രാത്രി എങ്ങാനും നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ, രാത്രിയെ എങ്ങാനും അന്ത്യനാൾ വരെ അള്ളാഹു നിത്യമാക്കി വെച്ചിരുന്നുവെങ്കിൽ മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിളിയാഇൻ മിൻഹു, ഏതൊരാരാധ്യനാണ് നിങ്ങളുടേത്, നിങ്ങൾക്കതിൽ നിന്ന് പുലർവെളിച്ചത്തെ കൂട്ടിക്കൊണ്ടുവരാനുള്ളത്. മറ്റൊരു ഭാഗത്ത് അള്ളാഹു ചോദിക്കുന്നുണ്ട്, തുടരെ തന്നെയായി അള്ളാഹു ചോദിക്കുന്നുണ്ട്, ഖുൽ അറഅയ്തും മിൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമ, പകലിനെ എങ്ങാനും അന്ത്യനാൾ വരെ അള്ളാഹു അങ്ങനെ തന്നെ നീട്ടിവെച്ചിരുന്നെങ്കിൽ. എല്ലായിടത്തും ഇങ്ങനെയല്ല, പകൽ എല്ലായിടത്തും ഇങ്ങനെയല്ല. നമ്മുടെ എസ് കെ പൊറ്റക്കാടൊക്കെ യാത്രാ സാഹിത്യം, അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ചെഴുതിയ രാത്രികളിൽ സൂര്യൻ അസ്തമിക്കാത്ത നാടെന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതിയ പുസ്തകത്തിലൊക്കെ അന്റാർട്ടിക്കയുടെ ധ്രുവപ്രദേശങ്ങളിൽ പലയിടത്തും രാത്രി വരാറില്ലെന്നും 6 മാസം കൂടുമ്പോഴാണ് ഒരു രാവ് വരിക എന്നുമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. 6 മാസം കൂടുമ്പോഴാണ് രാവ്. ഈ ഭൂമിയിൽ, നാം ജീവിക്കുന്ന ഭൂമിയിൽ 6 മാസം കൂടുമ്പോഴൊക്കെ രാവ് വരികയും വരികയും ചെയ്യുന്ന ഭൂപ്രദേശങ്ങളുണ്ടെന്ന വസ്തുത പോലും പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. രാവ് വരുന്നില്ലേ എന്ന് ചോദിച്ചാൽ നമ്മുടേതുപോലുള്ള രാവുണ്ടാവില്ല. ഇരുളിൻ്റെ രാവിൻ്റെ ചെറിയ ഒരു ഇരുളിമ മാത്രം, പകലിൻ്റെ ഒരു ചെറിയ ഒരു ധാവള്യവും മാത്രമായി രാവും പകലിൻ്റെയും നമ്മുടെ ദിവസ വ്യതിയാനങ്ങൾ അറിയാതെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളിൽ മനുഷ്യരൊന്നും ജീവിക്കുന്നുണ്ട്. അള്ളാഹു ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കെല്ലാം ഞാൻ ഇങ്ങനെ ആക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് കഴിയുമോ? പലപ്പോഴും ഇല്ല. നമുക്ക്
ഒരു 12 മണിക്കൂർ രാവൊന്ന് നീണ്ടുപോയാൽ നമ്മൾ കവികൾ ചിലപ്പോൾ പാടുന്നത് പോലെ പാടിപ്പോകും. അലാ അയ്യുഹല്ലൈലു ത്വവീലു അലഞ്ചലി വലൈസ ബി ഇസ്ബാഹിൻ അലയ്യ ബി അംസലി. അലാ അയ്യുഹല്ലൈലു ത്വവീൽ, ദീർഘമായ രാവിൻ്റെ യാമങ്ങളെ, അലഞ്ചരി, നീയൊന്ന് പോയി മറഞ്ഞിട്ട് പ്രഭാതം പൊട്ടിവിടരുകയില്ലേ, ഞങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയില്ലേ. അലാ അയ്യുഹല്ലൈലു ത്വവീലു അലഞ്ചലി വലൈസ ബി ഇസ്ബാഹിൻ അലയ്യ ബി അംസലി. വെളുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല, അത് വലിയ കേമമാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. എന്നാലും ഈ അവസാനമില്ലാത്ത രാവിനൊരറുതിയാകുമല്ലോ എന്നൊക്കെ പറയുന്ന കവികളുണ്ട്. അപ്പോൾ രാവ് നീണ്ടാലും പ്രശ്നം, പകല് നീണ്ടാലും പ്രശ്നം. ഈ രാവും പകലും അന്തർഭവിപ്പിച്ച പിൻവാങ്ങുന്ന രാവും പൊട്ടിവിടരുന്ന പ്രഭാതവും ഇത് രണ്ടും നിങ്ങളുടെ ചിന്തയ്ക്ക് ആഹാരമാകട്ടെ എന്നല്ലാഹു പറയുകയാണ്. സത്യത്തിൽ രാവെന്ന് പറയുന്നത് ഒരു ക്ലോസിങ് സെറിമണിയാണ്. അതുപോലെ തന്നെ പകലെന്ന് പറയുന്നത് ഓപ്പണിംഗ് സെറിമണിയാണ്. ജീവിതത്തിൽ ഓരോ ദിവസവും ഇങ്ങനെ നമ്മുടെ ജീവിതം ക്ലോസ് ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ പ്രഭാതമാകുമ്പോൾ നമ്മുടെ ജീവിതം പുതിയൊരു സജീവതയിലേക്ക് ഓപ്പൺ ചെയ്യപ്പെടുകയും തുറക്കപ്പെടുകയും ചെയ്യുന്ന അത്ഭുതങ്ങളുടെ നാളുകളിലൂടെ ഇടയിലൂടെ നമ്മുടെ ജീവിതം ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെ നിഷേധിക്കുന്നവർക്ക് മുമ്പിലേക്കാണ് പരിശുദ്ധമായ ഖുർആൻ അതിൻ്റെ ആദ്യ നാളുകളിൽ പരലോകമുണ്ടേ മനുഷ്യരെ, നിങ്ങളുടെ ഈ ജീവിതത്തിൻ്റെ അനന്തരം ഇവിടം കൊണ്ട് നിങ്ങളുടെ ജീവിതം ഒടുങ്ങുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഇൻഹിയ ഇല്ലാ ഹയാത്തുന ദുനിയാ നമൂതു വനഹ്യ, ഇത് ഞങ്ങളുടെ ജീവിതം ഒരേ ഒരു ജീവിതമാണ്, ഈ ഭൗതിക ജീവിതം. ഇവിടെ ഞങ്ങൾ മരിക്കുന്നു ജീവിക്കുന്നു എന്നതിനപ്പുറം മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരലോകത്തെ നിഷേധിച്ച, പരലോകത്തിൻ്റെ സംഭവ്യതയെ നിഷേധിച്ച നിഷേധികളുടെ മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ കർമ്മങ്ങളെ വിലയിരുത്തി അത് സമ്മാനിതമാകപ്പെടുന്ന, അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുന്ന ഒരു പരലോകം വരാനുണ്ട് എന്ന് നിഷേധികളുടെ മുമ്പിൽ പറയാൻ അല്ലാഹു ശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങളെ പലപ്പോഴും പടച്ചവൻ കൂട്ടിക്കൊണ്ടുവരണേ. പലപ്പോഴും നമുക്കൊക്കെ പരലോകത്തെക്കുറിച്ചാണ് സംശയം. ചിലരൊക്കെ ഉറക്കെ പറയും, ചിലരൊക്കെ പരലോകം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു എന്ന് പതുക്കെ പറയും. ഉള്ളിൻ്റെ ഉള്ളിൽ പക്ഷേ ഉണ്ടോ എന്ന് ചിലപ്പോൾ സംശയങ്ങൾ ഉടലെടുക്കും. ഇതൊക്കെ മനുഷ്യൻ്റെ പൊതുവായ പ്രവണതയാണ്. അവിടെയാണ് അള്ളാഹു പരലോകത്തിൻ്റെ യാഥാർത്ഥ്യത്തെ മനുഷ്യൻ്റെ മനസ്സിൽ നട്ടുപിടിപ്പിച്ചിട്ട് ഉറപ്പിച്ചിട്ട് മാത്രമാണ് അള്ളാഹു അവൻ്റെ ജീവിതത്തെ, ഇസ്ലാമിനെ നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചത്, സമർപ്പിച്ചത്. പരിശുദ്ധ ഖുർആനിൻ്റെ ഒടുവിലത്തെ സൂറകളെല്ലാം ഈ രാപ്പകൽ പ്രതിഭാസങ്ങളെ പിടിച്ചാണയിടുന്ന സൂറകളാണ്. ഇനി താഴോട്ട് വരുന്ന സൂറകളിൽ നിങ്ങൾക്കത് കാണാം. വല്ളുഹാ വല്ലൈലി ഇദാ സജ വല്ലൈലി ഇദാ യഗ്ഷാ വന്നഹാരി ഇദാ തജല്ല. രാവാണ് പകലാണ്, രാവാണ് പകലാണ്, ഇരുളാണ് വെളിച്ചമാണ്, മധ്യാഹ്നമാണ് സായാഹ്നമാണ്. ഇങ്ങനെ അള്ളാഹു ആണയിടാൻ വേണ്ടി ആവർത്തിച്ച് പ്രകൃതി പ്രതിഭാസങ്ങളെ അള്ളാഹു ആവർത്തിച്ച് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഇതിലൂടെ കടന്നുപോയി ജീവിതം എന്നത് തന്നെ നമ്മുടെ രാവാണ്, പിന്നെ നമ്മുടെ പകലാണ് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ രാവാണ്. ഇതാണ് ജീവിതം. ഈ രാവിനെ പകലിനെ കാണാതെ ഇതിലെ അന്തർഭവിച്ച അത്ഭുതങ്ങളെ ശ്രദ്ധിക്കാതെയാണോ നീ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്? അള്ളാഹു വലിയ ചില സന്ദേശങ്ങളാണ് ഈ സൂറയിലൂടെ പിന്നീട് തരുന്നത്. അതുകൊണ്ട് മനുഷ്യന് ഈ രാത്രി മരണത്തിന് ശേഷം, ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചല്ലോ, മരണമാണ്, അന്നവും അഹുൽ മൗത്താണ്. ആ മരണത്തിന് ശേഷം എല്ലാം ഒടുങ്ങിയതിന് തുല്യമായ ഒരു രാവിൽ എല്ലാ ശേഷികളും മരവിച്ചവനെ പോലെ നീ ഒരു മൃതശരീരത്തെ പോലെ രാത്രി ഉറങ്ങിക്കിടന്നതിന് ശേഷം ഒരുപക്ഷെ ഇനി ഒരു പകൽ വരുമോ എന്ന് നിനക്ക് വരികയില്ലെന്നേ നീ പറയുമായിരുന്നുള്ളൂ. നിനക്ക് സങ്കല്പിക്കാനാവുമായിരുന്നില്ല ഇനി ഒരു പകൽ നിന്റെ മുമ്പിൽ വെളിച്ചത്തിൻ്റെ കീറുമായി ആ പകലും പ്രഭാതവും വന്നില്ലെങ്കിൽ ഈ രാവ് കൊണ്ടെല്ലാം ഒടുങ്ങുമെന്ന് നീ കരുതിപ്പോയേനെ. പക്ഷേ അതിനുശേഷം നിന്നെ പൂർണ്ണ ജീവിതത്തിലേക്ക് അള്ളാഹു മടക്കിക്കൊണ്ടുവരുന്ന ആ അള്ളാഹുവിന് ഈ ഭാഗിക മരണത്തിന് ശേഷം ഈ ജീവിതത്തിലേക്ക് വീണ്ടും നിന്നെ തിരിച്ചു കൊണ്ടുവരുന്ന നിന്റെ റബ്ബിന് നിന്റെ മരണമെന്ന പൂർണ്ണ വിരാമമെന്ന് നിനക്ക് തോന്നുന്ന പൂർണ്ണ മരണത്തിന് ശേഷം നിന്റെ ജീവിതത്തിന് ശേഷവും നിന്നെ തിരിച്ചു കൊണ്ടുവരിക അസാധ്യമാണോ എന്നാണ് അള്ളാഹു ദീർഘിപ്പിക്കാതെ പരത്തിപ്പറയാതെ അള്ളാഹു ഇതിലൂടെ നമ്മെ സൂചിപ്പിക്കുന്നത്. എന്നും നിങ്ങൾ കാണുന്നുണ്ടല്ലോ
എന്നും നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഒടുങ്ങിയ ജീവിതം ഒടുങ്ങിപ്പോയതിന് ശേഷം വീണ്ടും ജീവിതത്തിലേക്ക് നിങ്ങളറിയാതെ കണ്ണു തുറക്കുന്ന ആ ഉറക്കം അങ്ങനെ ഉറങ്ങിപ്പോയിരുന്നെങ്കിലോ, പിന്നെ ഒരു ഉണർച്ച നിങ്ങൾക്ക് സാധ്യമായിരുന്നെങ്കിലെങ്കിലോ. ആയാത്തുകൾ പലതും മനസ്സിൽ വരുന്നുണ്ട്, എല്ലാം പറയാൻ നേരമില്ല. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ, അള്ളാഹു ഓരോ ആത്മാക്കളെയും മരണത്തിൻ്റെ സമയത്ത് അവനിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ്. വല്ലത്തി ലം തമുത് ഫീ മനാമിഹ, ഉറക്കത്തിൽ മരിക്കാൻ അള്ളാഹു നിശ്ചയിക്കാത്ത ആത്മാക്കളെ അള്ളാഹു തിരിച്ചു കൊടുക്കുകയാണ്. ഓരോ ദിവസവും അള്ളാഹു ആത്മാക്കളെ പിടിച്ചെടുക്കുക തന്നെ ചെയ്യാണ്. അല്ലാതെ ഉറക്കമെന്ന് വെറുതെ പറഞ്ഞ് നിങ്ങൾ രക്ഷപ്പെടണ്ട. റൂഹ് പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടേത്. വേണമോ തിരിച്ചു തരണമോ എന്നുള്ളത് പിന്നീട് റബ്ബിൻ്റെ തീരുമാനമാണ്. അതൊക്കെയും വേറെ ചർച്ചാ വിഷയമായതുകൊണ്ട് ഞാൻ കൊണ്ട് പോവുകയല്ല. ഓർക്കണം നമ്മൾ നമ്മുടെ ഉറക്കത്തെ. ആ ഉറക്കത്തിലൂടെ മരവിച്ചു പോയ നമ്മെ, നിശ്ചലമായി പോയ ലോകത്തെ, അതിനുശേഷം എല്ലാ സജീവതകളിലേക്കും ആരും പറയാതെ അറിയാതെ ഉണർന്നെണീക്കുന്നേക്കുന്ന ലോകത്തെ, മനുഷ്യനെ നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾക്ക് ഒരു പൂർണ്ണമരണം പോലെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ആ ആത്യന്തിക മരണമുണ്ടല്ലോ, ആ മരണം ആത്യന്തികമെന്ന് പറയുന്നത് ശരിയല്ല. ആ മരണത്തിന് ശേഷം നിങ്ങൾക്കൊരു ജീവിതമില്ലെന്നോ എന്നും കാണുകയല്ലേ, എന്നും കാണുകയല്ലേ. ഇരുട്ടിലായിരിക്കുമ്പോൾ നിങ്ങൾ ഇതൊന്നും സംഭവിക്കുകയില്ലെന്നല്ലേ വിചാരിക്കുന്നത്. പക്ഷേ പ്രഭാതം വരിക തന്നെ ചെയ്യും. ഇത് കുറഞ്ഞ ഒരു സമയമാണ്. ഈ രാത്രിയെക്കുറിച്ച്, ഈ മരണത്തെക്കുറിച്ച് നിങ്ങൾ പൊടുന്നനെ എഴുന്നേൽക്കുന്നത് കൊണ്ട് നിങ്ങൾ അറിയുന്നില്ല. ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ലോക ജീവിതം മൊത്തവും. നിങ്ങളുടെ മുഴുവൻ ജീവിതവും ഇങ്ങനെയാണ്. അള്ളാഹു പറയുന്നുണ്ട്, നാളെ പരലോകത്ത് ഇത്രയും ജീവിച്ചിട്ട് അങ്ങ് പോയ ഒരാൾ അവിടെ നിന്നുകൊണ്ട് നാളെ പറയുമത്രേ, കഅന്നഹും യൗമ യറൗനഹാ ലം യൽബസു ഇല്ലാ അശിയതൻ ഔ ളുഹാഹാ കഅന്നഹും യൗമ യറൗനഹാ. ഈ ലോകത്തെ ജീവിതമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ദിനരാത്രങ്ങൾ, അള്ളാഹുവിൻ്റെ ആഖിറത്തിലെ ഒരു ദിവസമാണ്. നിങ്ങളുടെ ഇവിടുത്തെ 1000 കൊല്ലം, 1000 കൊല്ലം അള്ളാഹുവിൻ്റെ ആഖിറത്തിലെ ഒരു ദിവസം മാത്രമാണ്. അൽഫസനത്തിൻ മിമ്മാ തഉദ്ദൂൻ, നിങ്ങൾ ഈ ലോകത്ത് എണ്ണിത്തീർക്കുന്ന 1000 കൊല്ലങ്ങളാണ്, ദിവസമല്ല കൊല്ലങ്ങളാണ് അള്ളാഹുവിൻ്റെ ഒരൊറ്റ ദിവസം. അങ്ങനെയുള്ള ഒരു ലോകത്ത് പോകുമ്പോൾ ഈ ലോകത്ത് 60, 80, 100 ജീവിച്ച മനുഷ്യൻ പറയുന്നത് ആദ്യം ഇതാ, കഅന്നഹും യൗമ യറൗനഹാ. അവർ ആ മഹാദിനത്തെ കാണുമ്പോൾ അവർക്ക് തോന്നുന്നത് ലം യൽബസൂ ഇല്ലാ അശിയതൻ ഔ ളുഹാഹാ, അവർ ഈ ലോകത്ത് ജീവിച്ചിട്ടേ ഇല്ല എന്നാണ്. ഇല്ലാ അശിയത്തൻ, ഒരു പ്രദോഷത്തിൽ ഒരു വൈകുന്നേരം മാത്രമല്ലാതെ, ഔ ളുഹാഹാ, അല്ലെങ്കിൽ ഒരു ഉച്ചനേരത്തല്ലാതെ, ഒരു ഉച്ചനേരം കഴിച്ചു കൂട്ടിയ പ്രതീതി, അല്ലെങ്കിൽ ഒരു സായാഹ്നം കടന്നുപോയ പ്രതീതി അല്ലാതെ ഈ മൊത്തം ജീവിതത്തെക്കുറിച്ച് അവർക്ക് തോന്നുകയേയില്ല. 9.5 മാസം 10 മാസത്തോളം ഉമ്മയുടെ വേറ്റി കഴിഞ്ഞേച്ചു വന്നവരല്ലേ നമ്മൾ. ഇപ്പോൾ ഓർക്കുമ്പോൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അങ്ങനെ ഒന്നും ഓർക്കാൻ മാത്രം പോലും ഇല്ലാത്ത ഈ ഒരു ലോക ജീവിതം എന്തോ വലുതാണെന്ന് ധരിച്ചിട്ട് ഈ ലോകത്തിന് ശേഷം ഒരു ജീവിതം ഇനിയില്ല എന്ന് കരുതുന്ന മനുഷ്യ, നിൻ്റെ രാവും പകലും, വിടവാങ്ങുന്ന രാവും കടന്നു വരുന്ന പ്രഭാതവും നിൻ്റെ ചിന്തയ്ക്ക് ആഹാരമായിരിക്കട്ടെ, നിൻ്റെ ചിന്തയ്ക്ക് വിഷയമാകട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്. അതിനുശേഷം അതിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അല്ലാഹു തആല പറയുന്നത് വലയാലിൻ അശ്ർ, വലയാലിൻ അശ്ർ, 10 രാവുകളാണ് സത്യം. 10 രാവുകളെക്കുറിച്ചൊക്കെ ഒരുപാട് അഭിപ്രായമുണ്ട്, ചിന്തിക്കാൻ ഒരുപാടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്കതൊന്നുമല്ല, നമ്മുടെ ഗവേഷണ വിഷയങ്ങൾ 10 രാവുകളോ അതൊന്നും നമ്മുടെ ചിന്താ വിഷയങ്ങളല്ല. അതിനെന്തെങ്കിലും പ്രാധാന്യമുണ്ടോ എന്നൊന്നും നമ്മൾ ആലോചിക്കാറില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ ദീനിൽ 10 രാവുകൾ, ചില പ്രത്യേക 10 രാവുകൾ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന 10 രാവുകളുണ്ടല്ലോ. മുഹറമിൻ്റെ 10 രാവുകൾ, റമദാൻ്റെ ഒടുവിലത്തെ 10 രാവുകൾ, ദുൽഹജ്ജിൻ്റെ ആദ്യത്തെ 10 രാവുകൾ, നമ്മളൊക്കെ നോമ്പ് വയ്ക്കുകയും കർമ്മങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഒരുങ്ങുകയും ചെയ്യുന്ന 10 രാവുകൾ, 10 രാവുകൾ, 10 രാവുകൾ. അവ നിസ്സാരമല്ല. ചില പ്രത്യേക 10 രാവുകളെ നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തു പറയുകയും ആ 10 രാവുകളെ നിങ്ങൾ പ്രത്യേകം പരിഗണിച്ച് കർമ്മം ചെയ്യാൻ നിങ്ങളോട് കൽപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാ ഓരോ 10 രാവുകളിലും അതാതിൻ്റേതായ നിങ്ങളറിയാത്ത രഹസ്യങ്ങൾ മയങ്ങി ഉറങ്ങുന്നുണ്ട്. അതിലും നിങ്ങളറിയാത്ത പ്രകൃതി പ്രതിഭാസങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ 10 രാവുകൾ കൊണ്ട് മാസത്തിലെ 30 രാത്രികളിലെ ഓരോ 10 രാവും
ഓരോ 10 രാവും. ആ 10 രാവുകളെ പ്രത്യേകം പരിഗണിക്കണം നിങ്ങൾ. കാരണം ആദ്യത്തെ 10 രാവിൽ ചന്ദ്രൻ കേവലം ഒരു നഖച്ചീന്ത് പോലെ ദൃശ്യമാവുകയല്ലേ. എന്നിട്ട് ഒരു നിസ്സാരമായ ഒരു പൂള് പോലെ ദൃശ്യപ്പെട്ടിട്ട് ഓരോ രാത്രിയും പടിയായി വളർന്ന് പകുതിയിലേറെ പ്രശോഭിതമായി മാറുന്ന ഒരു 10 രാവായി ആദ്യത്തെ 10 നമുക്ക് തിരിക്കാമെങ്കിൽ അടുത്ത 10 രാവ് വ്യത്യസ്തമല്ലേ? എല്ലാ 10 തുല്യമാണോ? അടുത്ത 10 രാവ് രാത്രിയുടെ അധിക ഭാഗവും ചന്ദ്രപ്രകാശത്താൽ പ്രശോഭിതമായിരിക്കുന്ന 10 രാവാണ് പിന്നത്തെ 10 രാവ്. ഇനിയത്തെ 10 രാവോ ചന്ദ്രൻ ക്രമേണ ക്ഷയിച്ചു വരികയും അതിനുശേഷം രാത്രിയുടെ അധിക ഭാഗവും ഇരുട്ടിലാണ്ട് പോവുകയും ചെയ്യുന്ന ഒരു 10 രാവാണ്. ഓരോ മാസത്തിലെ ഓരോ 10 രാവുകളും പ്രത്യേക പഠന വിഷയം തന്നെയാണ്. അത് ഉത്ഭവിച്ചിരിക്കുന്ന, അത് ഉൾക്കൊള്ളുന്ന, അതിൽ ആസൂത്രണം ചെയ്യപ്പെട്ടിരിക്കുന്ന അതിശയങ്ങൾ, വ്യവസ്ഥകൾ, ആസൂത്രണങ്ങൾ സവിശേഷമാണ്. ഈ മാസത്തിന് മാത്രമല്ലല്ലോ ആദ്യത്തെ 10 അങ്ങനെ വരുന്നത്, എല്ലാ മാസത്തിലും അങ്ങനെ വരും. യസ്അലൂനക അനിൽ അഹില്ല, അവർ നബിയെ അങ്ങയോട് ചോദിക്കും ചന്ദ്രപ്പിറ ഇങ്ങനെ എന്തിനാണ് കടന്നു വരുന്നതെന്ന്. ചിന്തകന്മാർ അങ്ങനെയും ചോദിക്കും. നമ്മൾ ഇന്നുവരെ ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാ ചന്ദ്രൻ ഇങ്ങനെ ഉദിക്കണേ? ചിന്തിക്കണം. അള്ളാഹുവിൻ്റെ പ്രതിഭാസങ്ങളെ തലയ്ക്ക് മുകളിൽ ഉദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അത് നമ്മുടെ ജീവിതത്തിൽ നിത്യത തന്നെ എന്നോണം ഇടപെടുന്നുണ്ടെങ്കിൽ, അതിൻ്റെ തണലിൽ നിഴലിൽ നാം ജീവിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനാണ് തലയും തലച്ചോറും മസ്തിഷ്കശേഷിയും അള്ളാഹു തന്നിട്ടുള്ളത്. അവിടെയാണ് അതിൻ്റെ ഉപജ്ഞാതാവിനെ കണ്ടെത്താൻ നമുക്ക് സാധ്യമാവുക. ഇതൊന്നും ചിന്താവിഷയമല്ലാത്തവർക്കാണ് ജീവിതം മൃഗതുല്യമാകുന്നത്, വ്യവസ്ഥ ഇല്ലാത്തതാകുന്നത്, അച്ചടക്കവും അടുക്കും ചിട്ടയും ഇല്ലാത്തതായി മാറുന്നത്. അതുകൊണ്ട് ആ ഓരോ 10കളും ഈ പ്രകൃതിയിൽ വല്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, നല്ല പൗർണമി, നല്ല തിളക്കമുള്ള രാത്രികളിൽ വേലിയേറ്റമുണ്ടാകുമ്പോൾ, വേലിയിറക്കമുണ്ടാകുമ്പോൾ ചന്ദ്രൻ്റെ ആകർഷണ ശക്തി ഒന്നുകൊണ്ട് മാത്രം ഇവിടെ വേലിയേറ്റമുണ്ടാകുന്നു. കടലിൻ്റെ ജലവിധാനം താഴുന്നു, കടലിൻ്റെ ജലവിധാനം ഉയരുന്നു. എത്ര ആളുകൾ ഒന്നിച്ച് എത്ര ബക്കറ്റ് കൊണ്ട്, എത്ര കൊട്ട കൊണ്ട് കോരിയാൽ കടലിൻ്റെ ജലവിധാനത്തെ താഴ്ത്താനാകും? കടലിൻ്റെ ജലവിധാനം എത്ര വെള്ളം എവിടെ നിന്ന് കൊണ്ടൊഴുക്കിയാൽ അത് ഉയർത്താനാകും? അത്രയും വലിയ ഇടപെടൽ നടത്തിക്കൊണ്ടാണ് ഈ ചന്ദ്രൻ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എത്ര ആസൂത്രിതമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വലയാലിൻ നഷ്ർ, വലയാലിൻ നഷ്റിന് മുഹറം എന്ന് പ്രത്യേകമില്ല, റമദാനിൻ്റെ 10 പ്രത്യേകമില്ല, ദുൽഹജ്ജിൻ്റെ 10 പ്രത്യേകമില്ല. എല്ലാ 10 രാവുകളും വ്യത്യസ്തതകളെ അന്തർഭവിപ്പിക്കുന്നുണ്ട്, ഗർഭം ധരിക്കുന്നുണ്ട്. അതിൽ നാം അറിയാത്ത പ്രതിഭാസങ്ങൾ പ്രകൃതിയിൽ തന്നെ അരങ്ങേറുന്നുണ്ട്. വശഫഇ വൽ വതർ, ഇവ ഒറ്റയായും പിന്നെ ഇരട്ടയായും, 1 പിന്നെ 2ആയി, 2 പിന്നെ 3ആയി, 3 4ആയി, 5ആയി, ഒറ്റയായി ഇരട്ടയായി മാറി മറിഞ്ഞ്, ഒറ്റയായി ഇരട്ടയായി ഗതി വ്യതിയാനങ്ങൾക്ക് വിധേയമായാണ് ഇവയൊക്കെ വരുന്നത്. ഈ ഒറ്റയിലുണ്ട് ചിന്തിക്കാൻ, ഈ ഇരട്ടയിലുണ്ട് ചിന്തിക്കാൻ. അള്ളാഹു ഒറ്റയാനാണ്. ഇന്നല്ലാഹ ഹുവൽ വിത്ർ, നിങ്ങൾ വിത്ർ നമസ്കരിക്കൂ, നിങ്ങൾ വിത്ർ നമസ്കരിക്കൂ. അള്ളാഹു വിത്റാണ്, അള്ളാഹു ഒറ്റയാണ്. പക്ഷെ നിങ്ങളെല്ലാവരും ഷഫആണ്, ഇരട്ടയാണ്. അമീബ ഒറ്റ കോശജീവിയാന്നാണ് പറഞ്ഞ്. ഞാനത് പരിശോധിച്ചപ്പോൾ അമീബയും പെരുകാൻ നേരത്ത് 2ആകേണ്ടി വരും. സഹോദരങ്ങളെ, ഇരട്ടയാകാതെ ഒന്നിനും ഇവിടെ നിലനിൽപ്പില്ല. ഇരട്ടയാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളെല്ലാം. ഒറ്റയാനെന്ന് പറയുന്നത് ഖുൽ ഹുവല്ലാഹു അഹദ്, ആദ്യനല്ലവൻ, അവൻ ഒറ്റയാനാണ്. അഹദ് എന്ന് പറഞ്ഞാൽ അല്ലദീ ലം യതറക്കബ് മിനൽ അജ്സാ, ഒരു ഘടകവും കൂടി ചേരാത്തവനെന്ന. അമീബയിൽ പോലും ഘടകങ്ങളുടെ കൂടിച്ചേരലുണ്ട്, ശാസ്ത്രീയമാണത്. ഏറ്റവും ചെറിയ ഏകകോശ ജീവി എന്ന് പറഞ്ഞാലും അതിലും ഘടകങ്ങളുണ്ട്. പക്ഷേ ഘടകങ്ങൾ ചേരാത്ത ഒറ്റയാൻ അള്ളാഹു മാത്രമാണ്. ആ അള്ളാഹുവിൻ്റെ ഒറ്റയാൻ എന്ന സ്ഥിതിവിശേഷം, അള്ളാഹു അല്ലാത്ത എല്ലാം ഒറ്റയാനല്ല, ഇരട്ടകളാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ, അള്ളാഹു എത്ര വിശുദ്ധനാണെന്നറിയുമോ? അവൻ ഈ പ്രകൃതിയിലുള്ള എല്ലാത്തിനെയും ജോഡിയായി സൃഷ്ടിച്ചിരിക്കുകയാണ്. എല്ലാത്തിലും ജോഡിയുണ്ട്, ജോഡിയില്ലാത്തതൊന്നുമില്ലാത്ത. മിമ്മാ തുമ്പിത്തുൽ അർളു, ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാത്തിലുമുണ്ട് ജോഡി. എല്ലാ സസ്യലതാദികളിലും ജീവജാലങ്ങളിലുമുണ്ട് ജോഡി. ഒമിൻ അംഫുസിഹിം, അവരുടെ ബോഡികളിലുണ്ട് ജോഡി. 2 കണ്ണ്, 2 കാത്,
രണ്ട് കാല്, രണ്ട് കൈ, രണ്ട് മൂക്ക്, രണ്ട് നാക്ക്. രണ്ട് നാക്കെന്ന നിലയിൽ രണ്ടായി പിളർക്കാവുന്ന നാക്ക്. ഞാൻ പറയുന്നത് ബ്രെയിൻ പോലും സെറിബ്രം പോലും നടുക്ക് പിളർന്നു വെച്ചേക്കുക, ഒരു നടുവിലൊരു വരയിട്ട് വെച്ചേക്കുക. വേണമെങ്കിൽ ഇവിടം കൊണ്ട് ജീവിക്കാം, മറ്റേ ഭാഗം തളർന്നു കിടക്കുമ്പോഴും. എല്ലാത്തിലും ഒമിൻ അംഫുസിഹിം, അവരുടെ ബോഡികളിലും ജോഡി. ഒമിമ്മാലൂൻ, അവരറിയാത്ത വസ്തുക്കളിലും ജോഡികളുണ്ട്, ഇരട്ടയില്ലാത്ത ഒന്നുമില്ല. അതുകൊണ്ട് ഇരട്ടകളെക്കുറിച്ച് വേറെ ചിന്തിക്കണം. ഒറ്റയാൻ പ്രതിഭാസം പ്രകൃതിയിലുണ്ടോ എന്ന്, ഏതെങ്കിലും ഉണ്ടോ എന്നത് നിങ്ങളുടെ വേറെ ഒരു ചിന്താ വിഷയമാകണം. അങ്ങനെ ഇതെല്ലാം കൂട്ടിച്ചേർത്തിട്ട് ഒരു വലിയ ഈ പ്രകൃതിയെ അത്ഭുതകരമായ നിലയിൽ ക്രമീകരിച്ചു വെച്ചിരിക്കുന്ന, വലയത്തിലൊതുക്കി വെച്ചിരിക്കുന്ന വ്യവസ്ഥാപിതത്വത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്ക്. ഇതൊക്കെ നിങ്ങളുടെ ആലോചന വിഷയം. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം നമുക്ക് തരുന്ന ചിന്താ വിഷയങ്ങളാണ്, മനോഹരമായ ആലോചനാ വിഷയങ്ങളാണ്. അള്ളാഹു താല ഇത്രയും ചിന്തകളെ ചൂടുപിടിപ്പിച്ച്, ചിന്തകളുടെ ആനന്ദങ്ങളിൽ ആഘോഷഭരിതരായി ഈ പ്രതിഭാസങ്ങളുടെ ഉടമസ്ഥനെ കണ്ടെത്തി ആനന്ദിച്ചവൻ അടിമപ്പെട്ട് ജീവിക്കുന്ന ഈ ഭൂമിയിലെ ഒരു അത്ഭുത ജനവിഭാഗത്തിൻ്റെ പേരാണ് മുസ്ലിമീങ്ങളെന്ന് പറയുന്ന ചിന്താശേഷി കൊണ്ട് അനുഗ്രഹീതരായ നാം അങ്ങനെ ആണെങ്കിൽ രാവിലും പകലിലും ആ ആനന്ദത്തിൻ്റെ ചിന്തയുടെ ആസ്വാദ്യതകളിൽ അഭിരമിച്ചുകൊണ്ടാണ് ഓരോ മുത്തഖീങ്ങളും മുസ്ലിമീങ്ങളും ഈ ലോകത്തവൻ്റെ ജീവിതം കരുപിടിപ്പിച്ച് മുന്നേറുന്നത്. ചിന്തിക്കണം നമുക്ക്. ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജ്ർ, ഇവയിലൊക്കെ ഒന്ന് ചിന്തിക്കാൻ ബുദ്ധിയുള്ളവർക്ക് വകയില്ലയോ, ബുദ്ധിയുള്ളവർക്ക് വകയില്ലയോ. എന്നിട്ട് അള്ളാഹു പറയുന്നത് എന്തെന്നറിയോ? മനുഷ്യരെ, പ്രകൃതിയിലെ ഈ വസ്തുക്കളിലെല്ലാം നിങ്ങൾ കാണുന്ന ഈ വ്യവസ്ഥാപിതത്വമുണ്ടല്ലോ, ആസൂത്രണ സംവിധാനമുണ്ടല്ലോ, വ്യവസ്ഥാപിതമായിട്ടല്ലാതെ ഈ പ്രകൃതിയിൽ ഒന്നും നിലനിൽക്കുന്നില്ലെന്ന് ഇവയോരോന്നും എടുത്തു വെച്ച് ചിന്തിക്കുന്ന നിങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ടെങ്കിൽ ഈ ലോകത്തിനാകെയുള്ളതൊരു പ്രകൃതി വ്യവസ്ഥിതി മാത്രമാണെന്ന് കരുതണ്ട. മറിച്ച് ഈ പ്രകൃതിയെ, പ്രപഞ്ചത്തെ ഇതുപോലെ ഒരു പ്രകൃതി വ്യവസ്ഥയിൽ അള്ളാഹു തആല അണിയിച്ചൊരുക്കിയിട്ടുണ്ടെങ്കിൽ, അള്ളാഹു കോർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രകൃതിയിൽ മറ്റൊന്നുകൂടിയുണ്ട്. അതെന്തെന്നറിയോ? ധാർമ്മിക വ്യവസ്ഥ എന്നതൊരു വ്യവസ്ഥയാണ്. ധാർമ്മിക വ്യവസ്ഥ എന്നൊരു വ്യവസ്ഥയാണ്. ഈ ലോകത്ത് ചന്ദ്രനെ കൺട്രോൾ ചെയ്യുന്ന പോലെ വ്യവസ്ഥാപിതമായി രാവിലെ പകലിനെ, പ്രഭാതത്തെ, രാവുകളെ വ്യത്യസ്തമായി കൈകാര്യം ചെയ്യപ്പെടുന്ന പോലെ ഈ ലോകത്ത് പ്രകൃതിയിൽ വ്യവസ്ഥയുള്ള പോലെ ഈ ലോകത്ത് നിങ്ങൾ കാണാത്ത ഒരു ധാർമ്മിക വ്യവസ്ഥയുണ്ട്. ആ ധാർമ്മിക വ്യവസ്ഥയ്ക്ക് കൂടി നിങ്ങൾ വിധേയമാണെന്ന കാര്യം നിങ്ങൾ മറന്നു പോകണ്ട. ആ മറവിയാണ് നിങ്ങളെ പറ്റിച്ചത്. നിങ്ങൾക്കൊരു ധാർമ്മിക വ്യവസ്ഥയുണ്ട്, നിങ്ങൾക്കൊരു നീതിബോധമുണ്ട്, ഇല്ലേ? എല്ലാവർക്കും നീതി. ലോകത്തെ ഏറ്റവും ശക്തിയുള്ള സാധനം എന്താ? നീതി. ആരാണ് തന്നത്? ലോകത്തെ ഒരു ധാർമ്മിക വ്യവസ്ഥയിൽ അല്ലാഹു നിർത്തിയിരിക്കുക. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. എല്ലാ ഖുത്ബയിലും അവസാനം ഖതീബുമാർ നമ്മളോട് ഓർമ്മിപ്പിക്കും, നിശ്ചയം അല്ലാഹു കൽപ്പിക്കുന്നു ബിൽ അദ്ൽ, നീതി കൊണ്ട്. നീതി കൊണ്ട് എന്താണ് നീതി? ഈ പ്രകൃതിയിലെ ഓരോ വസ്തുവിനും അവകാശപ്പെട്ടതെന്തോ അത് അവയ്ക്ക് കൊടുക്കൽ, അതിൻ്റെ പേരാണ് നീതി. അഅതി കുല്ല ദീ ഹഖ്ഖിൻ ഹഖ്ഖ. ഏതൊരു വസ്തു ഈ പ്രകൃതിയിൽ ചെറുതോ വലുതോ ആകട്ടെ, മനുഷ്യനോ മനുഷ്യേതരമോ ആകട്ടെ, ജൈവമോ അജൈവമോ ആകട്ടെ, ചേതനമോ അചേതനമോ ആകട്ടെ, എല്ലാത്തിനും അതിൻ്റെ അവകാശം വകവെച്ചു കൊടുക്കുന്നതിൻ്റെ പേരാണ് നീതി. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. എല്ലാ വെള്ളിയാഴ്ച ഓർമ്മിപ്പിക്കും, നീതിയാണ്, നീതിയാണ് ലോകത്തെ പിടിച്ചു നിർത്തുന്ന ധർമ്മം, ഘടകം. ഈ ലോകത്തെ പള്ളി പൊളിച്ച് എന്നിട്ട് അവസാനം അവിടെ അമ്പലം പണിയാൻ ശ്രമിച്ചപ്പോൾ, അത് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുള്ളപ്പോൾ, അവർ ഭരണത്തിലുള്ളപ്പോൾ പോലും, പക്ഷേ നീതി എന്ന് പറയുന്ന ആരും കാണാത്ത ഒരു ധാർമ്മിക വ്യവസ്ഥയുടെ ബോധമണ്ഡലം മനുഷ്യനെ അടക്കി ഭരിച്ചപ്പോൾ 25 കൊല്ലം വിധി പറയാൻ അവർ മടിച്ചു നിന്നു. കാരണം നീതി അനുവദിക്കുന്നില്ല. പൊളിച്ചവന് പള്ളി വിട്ടു കൊടുക്കണമെന്നുള്ളതാണ് അവരുടെ ഡിമാൻഡ്. പക്ഷേ അവർക്ക് പറ്റുന്നില്ല. 25 കൊല്ലം അവരെ പിടിച്ചു നിർത്തിയ ശക്തി എന്താണ്? ചന്ദ്രനേക്കാൾ, ഭൂമിയേക്കാൾ, സൂര്യനേക്കാൾ ശക്തിയുള്ള ആ മഹാപ്രതിഭാസത്തിൻ്റെ പേരാണ് നീതി. 25 കൊല്ലം വിധി പറയാൻ മടിച്ചു. അവസാനം നീതി എന്ന അപാരമായ ശക്തി, ധാർമ്മിക വ്യവസ്ഥ, അവസാനം പറഞ്ഞു, ഒരു മാധ്യസ്ഥം നടത്തിയാലോ നിങ്ങൾ? കാരണം ഞങ്ങൾക്ക് വിധി പറഞ്ഞാൽ ഈ അനീതിയുടെ ഭരണകൂടമുള്ളപ്പോൾ നിങ്ങൾക്ക് നീതിയുടെ വിധി പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു മാധ്യസ്ഥം നടത്താവോ എന്ന് നമ്മുടെ രാജ്യം ചോദിച്ചു. ഒരു ധാർമ്മിക വ്യവസ്ഥ ഈ ലോകത്ത് അള്ളാഹു
ആർക്കും പൊളിക്കാനാവാത്ത ഒരു വ്യവസ്ഥ നീതിയിലൂന്നിയത് വെച്ചിട്ടുണ്ട്. മറന്നേക്കരുത് നിങ്ങൾ. ആ നീതിയുടെ പുലർച്ച ഈ ലോകത്ത് രാവിന് ശേഷം പകലെന്ന പോലെ പുലരുക തന്നെ ചെയ്യും. വൽ ഫജർ വലയാലിൻ നശ്ർ വശഫഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ. രാവ് ഒരല്പം നീണ്ടുപോകുന്നത് പോലെ തോന്നും, പക്ഷേ പുലരിയുടെ പ്രഭാതം വരിക തന്നെ ചെയ്യും. അതുപോലെ ഈ ലോകത്തൊരു ധാർമ്മിക വ്യവസ്ഥയുണ്ട്. അതിനെ അട്ടിമറിക്കുന്ന അക്രമത്തിൻ്റെ ശക്തികളുണ്ട്. ആ ശക്തികളെയും പക്ഷേ നീതിയുടെ കൂച്ചുവിലങ്ങിൽ അവർ ബന്ധിതരാകും. നീതിയുടെ അപാരമായ ശക്തി അവരുടെ മനസ്സിനെയും മസ്തിഷ്കത്തെയും പിടിച്ചു കെട്ടും. അവസാനം വിധി പറഞ്ഞപ്പോൾ പോലും, തെറ്റായ വിധി പറയുമ്പോൾ പോലും നീതിയാണ് അവരെ അതിന് പ്രേരിപ്പിച്ചത്. അമ്പലം പൊളിച്ചല്ലെന്ന് പറഞ്ഞില്ലേ, പള്ളി പണിതെന്ന് പറഞ്ഞില്ലേ, ഏതായിരുന്നു ആ വലിയ ശക്തി? വിധി പറഞ്ഞപ്പോഴും നീതി, അവരുടെ വിധി പ്രസ്താവം തെറ്റായിരുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് നീതി എന്ന ധാർമ്മിക വ്യവസ്ഥ ഇന്നും ഉയർന്നു നിൽക്കുന്നു. അള്ളാഹു പറയുകയാണ്, അലം തറ, അതിലേക്കാണ് ഇനി വരുന്നത്. പ്രകൃതിയിൽ മാത്രമല്ല വ്യവസ്ഥയുള്ളത്, ഈ ധാർമ്മികതയ്ക്കും ഒരു അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. ആദെന്ന ഈ ലോകത്തെ ഏറ്റവും വലിയ മല്ലവീരന്മാരായ ജനതയുടെ കഥ നിങ്ങൾ കണ്ടില്ലയോ? ഇറമദാത്തിൽ ഇമാദ്, വലിയ വലിയ സ്തൂപങ്ങൾ, തൂണുകളിൽ കെട്ടിടങ്ങൾ, കൊട്ടാരങ്ങൾ പണിതു പൊക്കിയവരെ. അല്ലത്തി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്, അവരെപ്പോലൊരു ജനത ഈ ലോകത്തുണ്ടായിട്ടില്ല. വ സമൂദല്ലദീന ജാബു സഖ്റ ബിൽ വാദ്, പാറകൾ തുരന്നെടുത്ത് കെട്ടിടങ്ങൾ നിർമ്മിച്ച സമൂദിനെ കണ്ടില്ലയോ? വ ഫിർഔന ദിൽ ഔതാദ്, പിരമിഡുകളുടെ തമ്പുരാൻ ഫറോവയെ കണ്ടില്ലയോ? ഫിർഔനെ കണ്ടില്ലയോ? ഫഅക്തറൂ ഫിഹൽ ഫസാദ്, അവർ ലോകത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കി. തഗൗഫിൽ ബിലാദ് ഫഅക്തറൂ ഫിഹൽ ഫസാദ്, അള്ളാഹു അനുവദിച്ച അളവിനേക്കാൾ കൂടുതൽ കുഴപ്പം അവരുണ്ടാക്കി. അക്തറൂ ഫിഹൽ ഫസാദ്, നേരത്തെ അവർ കുഴപ്പമുണ്ടാക്കി, പക്ഷെ അനുവദിച്ച കണ്ണടയ്ക്കുന്ന അളവിനേക്കാൾ കൂടുതൽ കുഴപ്പമുണ്ടാക്കി. ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്, അവരുടെ മേൽ അള്ളാഹു ശിക്ഷയുടെ ചമ്മട്ടി, ചാട്ടവാർ അവരുടെ പുറത്ത് ചൊരിഞ്ഞു കൊടുത്തു. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, മനുഷ്യരെ നിങ്ങളുടെ അള്ളാഹു പതിസ്ഥലത്തൊളിഞ്ഞിരുന്ന് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഇനി പുറകോട്ട് വരുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ചെറിയ സൂറകളാണ്, കൊച്ചു കൊച്ചു വാക്കുകളാണെങ്കിലും വലിയ അർത്ഥപുഷ്കലതയുള്ള ആശയങ്ങളാണ് ഇത് സമ്മാനിക്കുന്നത്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ നന്നായി കരുപിടിക്കാൻ ഭാഗ്യം തരട്ടെ. വ ആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.